നടി മഞ്ജു വാര്യരെ കടന്നാക്രമിച്ച് നടൻ ദിലീപ്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥ ബി സന്ധ്യക്കെതിരെയും പരോക്ഷ വിമർശനം. കോടതി വിധി ആഘോഷമാക്കി ദിലീപും ഫാൻസ് അംഗങ്ങളും. പോലീസ് ഉദ്യോഗസ്ഥർക്കും മാധ്യമങ്ങൾക്കും വിമർശനം. തങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണെന്നും മേൽക്കോടതിയിൽ അപ്പീൽ പോകുമെന്നും സംസ്ഥാന സർക്കാർ. നടിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ കോടതി പൾസർ സുനി അടക്കമുള്ള പ്രതികൾ കുറ്റക്കാരാണെന്നും വിധിച്ചു. നടിയെ ആക്രമിക്കാൻ പൾസർ സുനിക്കും കൂട്ടർക്കും നടൻ ദിലീപ് കൊട്ടേഷൻ നൽകിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. എന്നാൽ ദിലീപിനെതിരെ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സെഷൻസ് കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത്. അതേസമയം തങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് ആവർത്തിച്ച സംസ്ഥാന സർക്കാർ കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നും അറിയിച്ചിട്ടുണ്ട്. കോടതി കുറ്റവിമുക്തനാക്കിയ നടൻ ദിലീപ് നടി മഞ്ജു വാര്യർക്കെതിരെയും ഉയർന്ന പോലീസ് ഓഫീസർ ബി സന്ധ്യക്കെതിരെയും ഗുരുതരാരോപണങ്ങൾ ഉയർത്തിയാണ് രംഗത്തെത്തിയത്. ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ വെച്ച് നടിയെ ആക്രമിച്ച സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് മഞ്ജു വാര്യർ പറഞ്ഞതിന് ശേഷമാണ് തനിക്കെതിരെ നീക്കങ്ങൾ നടത്തിയതെന്നും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥയാണ് മഞ്ജുവിന് വേണ്ടി ഗൂഢാലോചന നടത്തിയതെന്നുമാണ് ദിലീപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ബി സന്ധ്യയുടെ പേര് പറയാതെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥ എന്നാണ് ദിലീപ് പറഞ്ഞതെങ്കിലും ബി സന്ധ്യയെയാണ് ലക്ഷ്യമിട്ടിരുന്നതെന്നത് വ്യക്തം. തനിക്കെതിരെ കള്ളക്കേസ് സൃഷ്ടിക്കുന്നതിനായി പോലീസ് ഉദ്യോഗസ്ഥ ഒരു സംഘം ക്രിമിനൽ പോലീസ് സംഘത്തെയും മാധ്യമങ്ങളെയും ഉപയോഗിക്കുകയായിരുന്നുവെന്ന വിധത്തിലാണ് ദിലീപ് പൊട്ടിത്തെറിച്ചത്. വിധിയറിഞ്ഞ ശേഷം അത്യന്തം ധാർഷ്ട്യം നിറഞ്ഞ ശരീരഭാഷയിലാണ് ദിലീപ് പ്രതികരിച്ചത്. 9 വർഷം നിങ്ങൾ പറഞ്ഞില്ലേ, ഇനി ഞാൻ പറയുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ദിലീപ് സംസാരിച്ചു തുടങ്ങിയത്. തുടർന്നാണ് അന്വേഷണ സംഘത്തെ ക്രിമിനൽ പോലീസ് സംഘമെന്ന് വിശേഷിപ്പിച്ചതും മഞ്ജുവിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തിയതായി പ്രതികരിച്ചതും. ജയിലിലുള്ള ചില ക്രിമിനലുകളെ ഉപയോഗിച്ച് തനിക്കെതിരെ തെളിവുണ്ടാക്കാനാണ് ഇവർ ശ്രമിച്ചതെന്നും അതാണിപ്പോൾ കോടതി തള്ളിക്കളഞ്ഞതെന്നുമാണ് ദിലീപിന്റെ ആരോപണം. ഫലത്തിൽ തനിക്കെതിരെ മഞ്ജു വാര്യർ കെട്ടിച്ചമച്ച കള്ളക്കേസ് മാത്രമാണെന്നാണ് ദിലീപ് നടത്തിയ പ്രതികരണം. പോലീസിനെയും മാധ്യമങ്ങളെയും കുറ്റപ്പെടുത്തി കോടതി വളപ്പിൽ നിന്ന് ദിലീപ് പുറത്തു പോയതിനു ശേഷം മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമങ്ങളും ദിലീപ് ഫാൻസുകാർ നടത്തി. ഏറെ വിവാദമായതും മലയാളികൾ ഒന്നടങ്കം ആകാംക്ഷയോടെയും കാത്തിരുന്ന വിധി പ്രഖ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ദിലീപിനെ വിചാരണ കോടതി കുറ്റവിമുക്തനാക്കിയിട്ടുണ്ടെങ്കിലും കേസന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉയർന്ന ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ല. തനിക്ക് പൾസർ സുനിയെ അറിയില്ലെന്ന വാദമാണ് തുടക്കം മുതലേ ദിലീപ് ഉയർത്തിയിരുന്നത്. എന്നാൽ ദിലീപിനൊപ്പമുള്ള പൾസർ സുനിയുടെ ഫോട്ടോകളും കൂടാതെ ഇവർ പരസ്പരം നടത്തിയ ഫോൺ സംഭാഷണങ്ങളും കോടതി പരിഗണിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? കൂടാതെ ഒന്നാം പ്രതിയായ പൾസർ സുനിയുടെ അക്കൗണ്ടിലേക്ക് എത്തിയ വൻ തുകകളെ കുറിച്ചും വ്യക്തമായ കണ്ടെത്തലുകൾ ഉണ്ടായതുമില്ല. എന്നാൽ കണ്ടെത്തിയ ഫോട്ടോകളുടെ അടക്കം ആധികാരികത കോടതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. പ്രധാന സാക്ഷിയായ ബാലചന്ദ്രകുമാർ നൽകിയ മൊഴിക്ക് ആധാരമായ തെളിവുകൾ കണ്ടെത്താൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയതാണ് കേസിലെ മറ്റൊരു പ്രധാന വീഴ്ച. അതിജീവിതയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ദിലീപും കാവ്യമാധവനും ദിലീപിന്റെ വീട്ടിലിരുന്ന് കാണുന്നത് കണ്ടുവെന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ മൊഴി. എന്നാൽ ആ വീഡിയോ റെക്കോർഡ് ചെയ്ത ഡിവൈസ് കോടതിയിലെത്തിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ഇത് ബാലചന്ദ്രകുമാറിന്റെ മൊഴിയെ ദുർബലപ്പെടുത്തി. മെമ്മറി കാർഡ്, പെൻഡ്രൈവ് തുടങ്ങിയ ഡിജിറ്റൽ തെളിവുകൾ ആധികാരികമായി കോടതിയിലെത്തിക്കാനും പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ഈ കേസിൽ ഒട്ടേറെ സാക്ഷികളാണ് കൂറുമാറിയത്. സിനിമാ മേഖലയിൽ നിന്ന് മാത്രം സിദ്ദിഖ്, ഇടവേള ബാബു, ബിന്ദു പണിക്കർ, ഭാമ, നാദിർഷ, രജപുത്ര രഞ്ജിത്ത് തുടങ്ങിയവരെല്ലാം കൂറുമാറിയവരിൽ പെടുന്നു. പോലീസിന്റെ വാദം തെറ്റാണെന്ന് മനസ്സിലാക്കി ഇവർ നിലപാട് മാറ്റിയെന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകരുടെ വാദം. കോടതിയാകട്ടെ അതെല്ലാം അംഗീകരിക്കുകയും ചെയ്തു. കൊട്ടേഷൻ സംഘം അതിജീവിതയെ കൂട്ടബലാത്സംഗം ചെയ്തുവെന്ന് വ്യക്തമാണെന്ന് കോടതി കണ്ടെത്തിയെങ്കിലും അതിൽ ദിലീപിന്റെ പങ്ക് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. അതാണിപ്പോൾ ദിലീപിന് സഹായകമായി മാറിയതും. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഈ കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികളെ കുറ്റക്കാരായി കണ്ടെത്തിയ കോടതി ദിലീപ് ഉൾപ്പെടെ 7 മുതൽ 10 വരെയുള്ള പ്രതികളെ വെറുതെ വിടുകയായിരുന്നു. പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണി എം വർഗീസ് ആണ് വിധി പ്രഖ്യാപിച്ചത്. NS സുനി എന്ന പൾസർ സുനി, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, BP വിജീഷ്, H സലീം, പ്രദീപ് എന്നിവരെയാണ് കുറ്റക്കാരായി കണ്ടെത്തിയത്.
ബലാത്സംഗം, ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായ തടങ്കൽ, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രം പകർത്തൽ, അവതരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത്. 2017 ഫെബ്രുവരി 17 കൊച്ചിയിൽ വെച്ച് നടിയെ തട്ടിക്കൊണ്ടുപോയി വാഹനത്തിൽ വെച്ച് പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു എന്നാണ് കേസ്. കേസിൽ പ്രതികൾ കുറ്റം ചെയ്തുവെന്ന് കോടതി കണ്ടെത്തിയെങ്കിലും കൊട്ടേഷൻ നൽകി ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തതാണ് ദിലീപിനെ ആശ്വാസമായത്. ദിലീപിനും ഫാൻസ് അംഗങ്ങൾക്കും ഈ വിധി പ്രഖ്യാപനം ആഹ്ലാദം പകരുന്നതാണ്. അതേസമയം അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് സർക്കാർ എന്നും കീഴ്ക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയതോടെ അതിജീവിതയ്ക്ക് നീതി ഉറപ്പിക്കാനുള്ള പോരാട്ടം വരും നാളുകളിൽ കൂടുതൽ ശക്തമാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമ പോരാട്ടങ്ങൾ ദിലീപിനും അതിജീവിതയ്ക്കും അതീവ നിർണായകമായി മാറുമെന്ന് തന്നെയാണ് അടിയൊഴുക്കുകൾ വ്യക്തമാക്കുന്നത്.